10ാമത്തേത് ചീറ്റോസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്നാക്സ് ബ്രാൻഡിൻ്റെ ലിപ് ബാം. വെയിറ്റ്, അല്ല സത്യത്തിൽ അതിനൊരു പ്രൊഡക്റ്റ് ഉണ്ടായി. പക്ഷേ ഇന്നത്തെ വീഡിയോയുടെ വിഷയം അതല്ല. ടെക്നോളജി ഇൻഡസ്ട്രിയിൽ ടോപ്പ് 10 ഫെയിലിയേഴ്സ് പാർട്ട്. നമ്മൾക്കറിയാവുന്ന ഫേസ്ബുക്ക് 2013 ഒരു പരിപാടി കാണിച്ചായിരുന്നു. വേറൊന്നുമല്ല, 2013 സ്മാർട്ട് ഫോൺസ് ഒക്കെ ഇറങ്ങി വന്നപ്പോൾ ഫേസ്ബുക്ക് അവരുടെ ഒരു ലോഞ്ചർ പോലെ ഇറക്കി, ഫേസ്ബുക്ക് ഹോം. ഈ ഒരു ലോഞ്ചറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ലോഞ്ചർ നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ പഴയ ലോഞ്ചറിലേക്ക് പോകാനായിട്ട് പറ്റില്ല. ഈ ഫേസ്ബുക്ക് ഹോമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോൾ ഫോൺ തുറന്നു കഴിഞ്ഞാലും ഫേസ്ബുക്ക് ഫീഡ് ആയിരിക്കണം നിങ്ങളുടെ ഹോം സ്ക്രീനിൽ വരുന്നത്. കുറേ ആൾക്കാർക്ക് വളരെ വളരെ നല്ല രീതിയിലുള്ള ഫേസ്ബുക്ക് ഫ്രണ്ടുകൾ ഉണ്ടായതുകൊണ്ട് അവരൊക്കെ നല്ല നല്ല ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പല ആൾക്കാർക്കും ഫേസ്ബുക്ക് ഹോം ഇൻസ്റ്റാൾ ചെയ്തത് തന്നെ ഒരു അബദ്ധമായിട്ട് തോന്നി. ഫേസ്ബുക്ക് ഗൂഗിളുമായിട്ട് അടി ഉണ്ടാക്കുന്ന പോലെയാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് ആപ്പിളുമായിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആപ്പിള് ഐപോഡ് ഇറക്കിയപ്പോൾ മൈക്രോസോഫ്റ്റ് വിചാരിച്ചു, ഞങ്ങളെ പോലെ ഇത്രയും വലിയ കമ്പനി ഉള്ളപ്പോൾ നീയൊക്കെ എന്തിനാണ് ഐപോഡ് ഇറക്കുന്നത്, ഞങ്ങൾ ഇതിലും ബെറ്റർ ആയിട്ടുള്ള സാധനം ഇറക്കുമെന്ന് പറഞ്ഞിട്ട് മൈക്രോസോഫ്റ്റ് അവരൊരു ഐപോഡ് ഇറക്കിയായിരുന്നു, സ്യൂൺ എന്നുള്ള പേരിൽ. സംഭവം ശരിയാണ്, സ്യൂൺ വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷേ ഹാർഡ്വെയർ മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ. അതിനകത്തുള്ള സോഫ്റ്റ്വെയറിൽ അടപടലം ബഗ്ഗായിരുന്നു. ഇവർ ഈ ഇറക്കുന്ന റിവ്യൂക്ക് ഈ ഒരു ബഗ്ഗൊന്നും ഫിക്സ് ചെയ്യാനായിട്ട് നിന്നുമില്ല. ബഗ് ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് ആൾക്കാരൊന്നും മേടിച്ചുമില്ല. അതങ്ങനെ ഷെൽഫിലിരുന്ന അവസാനം കേടുമായിപ്പോയി. കേടായി അല്ല, വിറ്റുപോയില്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന ഹെൽവെറ്റ് പാക്കാർഡ് അഥവാ HP, ഇവരും ഇതേപോലെ ആപ്പിളുമായിട്ടൊന്ന് മുട്ടിയായിരുന്നു ഐപാഡ് വെച്ചിട്ട്. 2011 HP അവർ ഒരു ടച്ച് പാഡുമായിട്ട് പുറത്തിറങ്ങിയത്. അപ്പോൾ ഐപാഡിനെ കടത്തി വെട്ടണമെങ്കിൽ ഒരേ ഒരു വഴി ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കുറേ സെലിബ്രിറ്റികളൊക്കെ വെച്ച് പ്രൊമോഷനൊക്കെ ചെയ്തായിരുന്നു. എഗെയിൻ മൈക്രോസോഫ്റ്റിൻ്റെ സ്യൂണിന് പറ്റിയ എന്തായിരുന്നു അബദ്ധം, അതേ അബദ്ധം തന്നെയാണ് ഈ ഒരു HP ടാബിനും ഉണ്ടായത്. ഐപോഡ് സോഫ്റ്റ്വെയർ വൈസ് വളരെ നല്ലതായിരുന്നു, ഐപാഡ്. പക്ഷേ ഈ ഒരു HP ടച്ച് പാഡ് ആണെങ്കിൽ വളരെ മോശമായിരുന്നു. എത്ര പേർക്കാണ് നമ്മുടെ പഴയ CD-യും DVD-യും ഓർമ്മയുള്ളത്? എൻ്റെ അടുത്ത് ഒരു ചെറിയൊരു പെട്ടിയുണ്ട്. ആ ഒരു പെട്ടി സിലിണ്ടറിക്കൽ ടൈപ്പിൽ. അതിനകത്ത് മുഴുവനും CD-കൾ ഇങ്ങനെ നിറച്ച് വയ്ക്കുമായിരുന്നു. പക്ഷേ പണ്ടൊക്കെ നമുക്ക് CD ഏതാ DVD എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഒരു 6ലും 7ലും 8ലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എല്ലാം വട്ടത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ തിരിച്ച് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ അത് DVD, അല്ല ഒരു സിൽവർ കളർ ആണെങ്കിൽ CD എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ CD-യും DVD-യും തന്നെ പല ടൈപ്പുകൾ ഉണ്ടായി. അതിലൊരെണ്ണമായിരുന്നു ടോഷിബ എന്ന് പറഞ്ഞ കമ്പനി ഇറക്കിയ HD DVD. അപ്പോൾ HD DVD എന്താണെന്ന് വെച്ചാൽ സിനിമകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആയിരുന്നു. അത് HD-യിൽ നമുക്ക് സിനിമകൾ കാണാൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു ഫോർമാറ്റ്. ഈ ഒരു HD DVD പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് HD DVD പ്ലെയർ വേണം. പക്ഷേ തോഷിബയുടെ കഞ്ഞിയിലെ പാറ്റയായിട്ട് വന്നത് നമ്മുടെ വാർണർ ബ്രദേഴ്സാണ്. വാർണർ ബ്രദേഴ്സ് 2005 പറഞ്ഞത്, ഞങ്ങളുടെ സിനിമകളെല്ലാം സോണിയുടെ ബ്ലൂറേ ഫോർമാറ്റിലായിരിക്കും, അതുകൊണ്ട് സോണി ബ്ലൂറേ പ്ലെയറിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന്. അങ്ങനെ തോഷിബയുടെ HD DVD പ്ലേ ചെയ്യാൻ പറ്റുന്ന പ്ലെയറുകളൊക്കെ മേടിച്ചവർ ആ പ്ലെയറുകളൊക്കെ കൊണ്ടുപോയിട്ട് കളയേണ്ടി വന്നു. അടുത്തത് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ മൈക്രോസോഫ്റ്റ് ബോബ് എന്ന് പറയുന്നത് അവരുടെ ഒരു യൂസർ ഇൻ്റർഫേസ് അഥവാ അവരുടെ തന്നെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. ഈ ഒരു മൈക്രോസോഫ്റ്റ് ബോബിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കമ്പ്യൂട്ടറിൽ കയറുമ്പോൾ അത് നമ്മുടെ ഒരു വീടായിട്ട് ചിത്രീകരിക്കണം. അപ്പോൾ ആ ഒരു വീടിനകത്ത് കയറി കഴിഞ്ഞാൽ ടേബിളിൻ്റെ മുകളിലൊരു പേപ്പർ ഉണ്ട്. ആ ഒരു പേപ്പറിമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോട്ട് പാഡ് അല്ലെങ്കിൽ വേർഡ് ഓപ്പൺ ആയിട്ട് വരും. അതേപോലെ തന്നെ ഒരു വീടിനകത്തുള്ള സാധനങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻസ് ഒക്കെ തുറന്നു വരുന്ന രീതിയിൽ വളരെ യൂസർ ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് ഇറക്കിയത്. പക്ഷേ ബോബ് ഉപയോഗിച്ചവർക്ക് ആർക്കും അത് വലിയ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിലും വലിയ വിറ്റ് അതേ വർഷം 1995 തന്നെ മൈക്രോസോഫ്റ്റ് അവരുടെ Windows 95 ലോഞ്ച് ചെയ്തു. Windows 95 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബോബ് എന്ന് പറയുന്നത് വളരെ നമ്മൾ ഈ ബാർബി ഫോണും ഒരു പണ്ട് കാലത്ത് നോക്കിയ ഫോണും കൂടെ കമ്പയർ ചെയ്ത് എങ്ങനെയിരിക്കും ആ ഒരു അവസ്ഥയിലായിരുന്നു എന്നുള്ളതുകൊണ്ട് ബോബ് കൂട്ടിപ്പോയി. നമ്മുടെ മെറ്റയുടെ സക്കർബർഗ് മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞ് ഭയങ്കര ഹൈപ്പൊക്കെ കൂട്ടി വരുന്നുണ്ട്. ഇപ്പോഴും എത്ര പേരാണ് ആക്ച്വലി ഈ ഒരു VR ഗ്ലാസ്സുകൾ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. എന്തായാലും VR ഗ്ലാസ്സുകളൊക്കെ ഈ അടുത്താണ് ആൾക്കാർ കേട്ട് തുടങ്ങിയെങ്കിലും പണ്ട് നിൻറ്റെൻഡോ എന്ന് പറഞ്ഞ കമ്പനി അവർ വിർച്വൽ ബോയ് ഇറക്കിയായിരുന്നു. ഈ ഒരു വിർച്വൽ ബോയ് എന്ന് പറയുന്നത് നമുക്കൊരു 3D VR ഗ്ലാസ്സുകൾ ഉണ്ടാവും, കൺട്രോളർ ഉണ്ടാവും, VR ഗെയിമുകളൊക്കെ കളിക്കാനായിട്ട് പറ്റും. പണ്ട് 1995. പ്രശ്നം എന്താ വെച്ചാൽ ഹാർഡ്വെയർ ഒക്കെ കൊള്ളായിരുന്നു. ആ സമയത്ത് ആ ഒരു VR-ൻ്റെ അത്രമാത്രം കളിക്കാൻ പറ്റുന്ന ഗെയിമുകൾ ഉണ്ടായില്ല. പിന്നെ ആ ഒരു ഗെയിമുകളുടെ ഫ്രെയിം റേറ്റുകൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഈ ഹെഡ്സെറ്റ് കുറേ നേരം വെച്ചിട്ട് കണ്ണുവേദന എടുക്കുന്നു, തലവേദന എടുക്കുന്നു, തലകറങ്ങി താഴെ വീഴുന്നു, കുറേയധികം പ്രശ്നങ്ങളായിട്ട് ആ ഒരു സാധനവും ഫ്ലോപ്പായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ നോക്കിയ ഇറക്കിയിരുന്ന ഒരു OS ആയിരുന്നു സിംബേൻ OS പോലെ തന്നെ നോക്കിയ ഫോണുകൾ നമ്മൾ കണ്ടതാണ് വിൻഡോസ് വെർഷനുകൾ. പക്ഷേ ഇതിനിടയ്ക്ക് നോക്കിയ ഒരു പരിപാടി വെപ്പിച്ചു. 2010, അതായത് ആൻഡ്രോയിഡൊക്കെ വന്ന് തുടങ്ങുന്നതിന് ഒരു വർഷം മുന്നേ നോക്കിയ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ ഫോണിൽ പുതിയ ഒരു OS കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് മീഗോ എന്നൊരു OS ഇറക്കി. മീഗോ കൊണ്ട് അവർ ഉദ്ദേശിച്ചത് വിൻഡോസ് വിസ്റ്റ. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ കമ്പ്യൂട്ടറിൽ വിൻഡോസ് XP ആയിരുന്നു. XP നിന്നും വിസ്റ്റയിലേക്ക് മാറ്റിയപ്പോൾ മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന കമ്പ്യൂട്ടറുകളൊക്കെ ഭയങ്കര സ്ലോ ആയിട്ട് മാറി തുടങ്ങി. അപ്പോൾ ആ ഒരു വിൻഡോസ് വിസ്റ്റേനെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് മാറ്റുന്ന ഒരു പരിപാടിയിലേക്കാണ് ഒരു മീഗോ ഉണ്ടാക്കിയത്. വിസ്റ്റയുടെ കാര്യം നമുക്കറിയാമല്ലോ,
പിന്നീട് വിൻഡോസ് 7 വന്നപ്പോൾ വിസ്ത പോയി എന്നറിഞ്ഞപ്പോൾ മീഗോയും അതിൻ്റെ പാട്ടിന് പോയി. എന്നാലും പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോൾ പണ്ട് നമ്മൾ മേടിച്ചിരുന്ന സാധനമാണ് ബാർബി ഫോൺ, അതേപോലെ തന്നെ ഹോട്ട് വീൽസിൻ്റെ കാറുകൾ. അപ്പോൾ ആ ഒരു സമയത്ത് ഹോട്ട് വീൽസ് ബാർബിയൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഈവൻ TV ചാനലുകൾ വരെ ഇതിൻ്റെയൊക്കെ കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് വരുമായിരുന്നു. എല്ലാവരും ഒരു ആഗ്രഹമായിരുന്നു കുട്ടികളുടെയൊക്കെ ഒരു ബാർബി ഫോൺ വേണം, അല്ലെങ്കിൽ ഒരു ഹോട്ട് വീൽസ് കാർ വേണമെന്ന്. ഈ ഒരു ആഗ്രഹം മുന്നിൽ കണ്ട് ഈ 2 കമ്പനികളും അവരെ സ്വന്തമായിട്ടുള്ള കമ്പ്യൂട്ടർ ഇറക്കി. ആ കമ്പ്യൂട്ടർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അടുത്ത് ആരും പോകില്ല. എന്നാൽ പോലും അവർ ഇറക്കാനുള്ള ധൈര്യം കാണിച്ചു, ഇറക്കി, വിറ്റുപോയില്ല. അതുമാത്രമല്ല ആ കമ്പ്യൂട്ടറിൽ കാഴ്ചയിൽ മാത്രമായിരുന്നു ഇങ്ങനെ എന്ന് വിചാരിച്ചു. പക്ഷേ കമ്പ്യൂട്ടർ അടപടലം ഇങ്ങനെയായിരുന്നു, വർക്ക് മര്യാദയ്ക്ക് ചെയ്യില്ലായിരുന്നു. അതിൻ്റെ സെയിൽസും ഇല്ലാണ്ടായി. 3 ലക്ഷം രൂപയുടെ മാക് സ്റ്റുഡിയോ ഇറക്കിയപ്പോൾ എൻ്റെ പൊന്നോ 3 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു കമ്പ്യൂട്ടറോ എന്താ സ്പെസിഫിക്കേഷനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ഈ ഒരു ആപ്പിൾ കമ്പനി ശരിക്കും 1983 ഒരു പണി കാണിച്ചു. ലിസ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ ആപ്പിൾ 1983 ഇറക്കിയായിരുന്നു. ആ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ തന്നെ ഏകദേശം $50 മില്യൺ ആണ് വന്നത്. ഈ ഒരു കമ്പ്യൂട്ടർ ഇറങ്ങിയപ്പോൾ അതിൻ്റെ പ്രൈസ് ആണെങ്കിൽ $10,000. ഒരു ലിസ കമ്പ്യൂട്ടറിന് $10,000 ആയിരുന്നു വില വന്നത്. $10,000 കൊടുത്ത് ഒരു പ്രോട്ടോടൈപ്പ് രീതിയിലുള്ളൊരു കമ്പ്യൂട്ടർ മേടിക്കാനുള്ള ത്രാണിയൊന്നും ആ സമയത്ത് ആർക്കും തന്നെ ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ട് അതും 1985 ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇവിടെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം $10,000 വരെയും ഇറക്കിക്കൊണ്ടിരുന്നൊരു കമ്പനിയാണ് ആപ്പിൾ. അതുകൊണ്ട് ഇപ്പം $3,000 ഓരോ പ്രൊഡക്റ്റുകൾ ഇറക്കുന്നത് വൈകാതെ 10,000 ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതിശയിക്കേണ്ടതില്ല എന്നുള്ളൊരു സത്യം. അവസാനത്തേത്, നമ്മളിൽ പല ആൾക്കാരും സ്പോർട്സ് പ്രേമികളായിരിക്കും, സ്പോർട്സ് ഭ്രാന്തന്മാരായിരിക്കും, ഭ്രാന്തികളായിരിക്കും. എന്നാൽ സ്പോർട്സ് ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയൊരു മൊബൈലായിരുന്നു ESPN മൊബൈൽ. 2006 ഈ ഒരു ESPN മൊബൈൽ ഇറക്കിയത്. അപ്പോൾ ESPN മൊബൈലിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ESPNൽ കാണാൻ പറ്റുന്ന സ്പോർട്സ്, അതായത് ഈ ഒരു ലൈവ് കവറേജ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, സ്റ്റാറ്റിസ്റ്റിക്സ് ആയിക്കോട്ടെ, സ്കോർസ് ആയിക്കോട്ടെ, ഇതൊക്കെ പെട്ടെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്ക്ലൂസീവ് സ്പോർട്സ് ഫാൻസിൻ്റെ ഒരു ഫോണായിട്ടാണ് ഇറക്കിയത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ $400 ആയിരുന്നു ആ ഒരു ഫോണിൻ്റെ പ്രൈസ്. ശരി, ആയിക്കോട്ടെ. എന്നാൽ ഈ ഒരു ഫോൺ മേടിച്ചാൽ മാത്രം പോരാ, ഈ സ്കോറും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ കൂടെ എടുക്കണം, $40 മാസം. ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഇല്ല എങ്കിൽ ആ ഒരു ഫോൺ വെറുതെ വേസ്റ്റാണ്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ഫോൺ മുഴുവനായിട്ടൊരു ഭാരമായി സ്പോർട്സ് ഫാനുകൾക്കൊക്കെ തോന്നി. അങ്ങനെ ആ ഒരു ഫോണും ഫ്ലോപ്പായി. വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കോൾഗേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം നിങ്ങൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് കോൾഗേറ്റിൻ്റെ ഒരു പാക്കറ്റ് ഇരിക്കുന്നു. ആ ഒരു പാക്കറ്റ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഫ്രോസൺ ഫുഡാണ്, അതായത് ഭക്ഷണമാണ് അതിനകത്തിരിക്കുന്നതെങ്കിൽ എങ്ങനെയുണ്ടാവും? നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഈ ഒരു കാര്യം വിശ്വസിച്ചേ പറ്റൂ. ഒരു കാലത്ത് കോൾഗേറ്റ് ഫ്രോസൺ ഫുഡ് ഇറക്കിയായിരുന്നു. അറിയാമല്ലോ, കോൾഗേറ്റ് ഫ്രോസൺ ഫുഡ് ഇറക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കുണ്ടായ ഷോക്ക് പോലെ തന്നെ ആൾക്കാർക്കൊരു സംശയം വന്നു, അത് ഫുഡാണോ അതോ വായ വൃത്തിയാക്കാനുള്ള എന്തെങ്കിലും സാധനമാണോ എന്നുള്ള രീതിയിൽ. എന്തായാലും കൂടുതൽ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം.